أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു പുതിയ വർഷം ഇംഗ്ലീഷ് മാസങ്ങളിൽ നിന്ന്, ഇംഗ്ലീഷ് വർഷങ്ങളിൽ നിന്ന് നമ്മിൽ നിന്ന് അവസാനിക്കാറാവുന്ന ഒരു സന്ദർഭത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഓരോ മേഖലകളിലുമുള്ള ആളുകൾ ലാഭനഷ്ടങ്ങൾ കൂട്ടിയും കുറച്ചും നോക്കുന്ന വർഷമാണ് ഡിസംബറിന്റെ അവസാനം. ജോലിക്കാരായ ആളുകൾ അവരുടെ സാലറിയും ഇൻക്രിമെന്റിനെ കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നു. പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നുകൂടി ഒരു ജോബ് സെക്യൂരിറ്റിയുള്ള ഒരു ജോലി വേണം എന്നതിനെ കുറിച്ച് ചെറുപ്പക്കാർ, പഠനം കഴിഞ്ഞ ആളുകൾ ചിന്തിക്കുന്നു. പുതിയ വർഷം കടന്നു വരുമ്പോൾ ഒരു കരിയർ ഗ്രോത്തും ഒരു ജോബ് സാറ്റിസ്ഫിക്കേഷനുമൊക്കെ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ അടുത്ത വർഷം വേണമെന്ന് ആ മേഖലയിൽ ജീവിക്കുന്ന ആളുകൾ ചിന്തിക്കുന്ന ഒരു സമയമാണ്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഫിറ്റും ലോസും, അതുപോലെ തന്നെ പുതിയ കസ്റ്റമർമാരെ കുറിച്ചുള്ള പഠനവും നിലവിലുള്ള മാർക്കറ്റ് പൊസിഷനെ കുറിച്ചുള്ള ആലോചനയും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയൊക്കെ നടക്കണം, അങ്ങനെയൊക്കെ നടത്തണം എന്നതാണ് ആ മേഖലയിൽ ജോലി ചെയ്യുന്നവരും ആ മേഖലയിൽ ക്ലാസ് എടുക്കുന്നവരുമൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ വളരെ കുറഞ്ഞ കാലം മാത്രം ഇവിടെ ജീവിക്കാൻ അനുവദിക്കപ്പെട്ട നാം ഏതൊക്കെ തരത്തിലുള്ള കണക്കുകൂട്ടലുകൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നാം കണക്ക് കൂട്ടണം? അങ്ങനെ വല്ല ആലോചനയും ചിന്തയും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ? അങ്ങനെ ചിന്തിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരാലോചനയും ചിന്തയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ടോ എന്നത് വിശ്വാസികൾ എന്ന നിലക്ക്, നാം വിശ്വാസികളാണ്, പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഈ ലോകത്തിന് ശേഷം മറ്റൊരു ലോകമുണ്ട്, അവിടെ നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് അതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആലോചന നമ്മൾ നടത്തേണ്ടതുണ്ടോ, നടത്തണ്ടേ എന്നത് നാം ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആലോചനയും ചിന്തയും ഒക്കെ വന്നിട്ടില്ലെങ്കിൽ പുതിയ ഒരു വർഷത്തെ വലിയ ആരവത്തോടെ, ആർഭാടത്തോടെ, ആസ്വാദനത്തോടെ നമ്മൾ സ്വീകരിക്കും. എല്ലാവരും എന്തു ചെയ്യുന്നോ അത് ഞാനും ചെയ്യുന്നു എന്നതാണ് പൊതുവെ സമൂഹത്തിന്റെ, സമുദായത്തിന്റെ ഒരു പ്രത്യേകത. അത് ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടായിട്ടൊന്നുമല്ല. വളരെ കൃത്യമായ ഒരു നിലപാടോ വളരെ കൃത്യമായ ആദർശമോ പലപ്പോഴും പല ആളുകളിൽ നിന്നും നഷ്ടപ്പെടുന്നു എന്നത് ഏറെ സങ്കടകരമാണ്. യഥാർത്ഥത്തിൽ നിലപാടുള്ള ജീവിതം എന്നത് ആത്മസംതൃപ്തി നൽകുന്ന ഒന്നാണ്. അല്ലാത്തത് അഡ്ജസ്റ്റ് ചെയ്യാനും ഒപ്പിക്കാനും വേണ്ടി നടത്തുന്ന ഒന്നാണ്. അഡ്ജസ്റ്റ് ചെയ്യാനും ഒപ്പിക്കാനും വേണ്ടി നടത്തുന്നതിൽ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ട് എന്ന് വരുത്തി തീർക്കാം, പക്ഷേ സ്വയം സന്തോഷിക്കാനും സമാധാനം കണ്ടെത്താനും കഴിയില്ല. അപ്പൊ ഒരു വർഷം കഴിഞ്ഞു പോകുമ്പോ ഞാനും നിങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെ ആലോചിക്കേണ്ടതില്ലേ? കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത്? ഇല്ലെങ്കിൽ പുതിയ ഒരു വർഷത്തിൽ മാറ്റം ഉണ്ടാകേണ്ടേ? ഞാൻ ഇങ്ങോട്ട് ഇന്ന് വരുമ്പോ ഒരു മരണവാർത്ത കേട്ടുകൊണ്ടാണ് വരുന്നത്. അവിടെ കയറാൻ കഴിഞ്ഞിട്ടില്ല. 4-5 ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുൻപ് ആ ചെറുപ്പക്കാരനെ, കൂടിയാൽ ഒരു 46-47 വയസ്സുണ്ടാവും, ആ ചെറുപ്പക്കാരനോട് നേരിട്ട് കുറെ നേരം ഞാൻ സംസാരിച്ചതാണ്. ഇന്ന് ഒരു കോള് വരുന്നത്, പെട്ടെന്ന് ഒരു രോഗം വന്നു, മരിച്ചു, നീ അറിഞ്ഞോ എന്ന് ചോദിച്ചാണ് വിളിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ജുമാ കഴിഞ്ഞ് നമുക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ. ഇതിനൊരു തർക്കമല്ല. പരലോകത്തിൽ വിശ്വസിക്കുന്നവരുമാണ് നാം, വിചാരണയിൽ വിശ്വസിക്കുന്നവരുമാണ്. അവിടെ നമ്മുടെ എല്ലാ മേഖലകളിലും കൂട്ടലും കിഴിക്കലും ഒക്കെ നടത്തുമ്പോ നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള മാറ്റങ്ങൾ നമുക്കുണ്ടാകേണ്ടേ എന്നതിനെ കുറിച്ച് വിശ്വാസികൾ ഗൗരവമായി ചിന്തിക്കണം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, വൽ തൻദുർ നഫ്സുൻ, ഓരോ മനുഷ്യനും ചിന്തിക്കണം, ആലോചിക്കണം, പുനരാലോചിക്കണം. എന്ത്? മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത്? ഖുർആനാണ് പറയുന്നത്, നമ്മെ സൃഷ്ടിച്ച റബ്ബാണ് പറയുന്നത്. എന്ത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഹേ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ദുനിയാവിൽ നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് നമുക്ക് കുറെ ഉത്തരങ്ങൾ ഉണ്ടാകും. കുറച്ചൊക്കെ സമ്പത്തുള്ള ആളുകൾ എന്തായാലും ഒരു വീടെങ്കിലും മക്കൾക്ക് അവശേഷിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ യാത്രയാകുക. ഒരു വീടും ഒരു 5 സെന്റ് സ്ഥലവും മക്കൾക്ക് അവശേഷിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ യാത്രയാകുക. അതല്ലെങ്കിൽ നമ്മുടെ ഭൗതികമായ സൗകര്യങ്ങൾ പൂർണ്ണമായി അതിൽ നിന്ന് നാം മുക്തരാണ്. അത് അനന്തരാവകാശികൾക്കുള്ളതാണ്. അത് അവര് പിന്നെ ഒന്നുകിൽ നല്ല രൂപത്തിൽ ഓഹരി വെക്കുകയോ, അല്ലെങ്കിൽ ധാരാളം സമ്പത്തുണ്ടെങ്കിൽ ചില കുടുംബങ്ങളൊക്കെ അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുകയോ, ജീവിച്ച കാലത്ത് വളരെ മാന്യനായി ജീവിച്ച ബാപ്പയുടെ പേര് വീണ്ടും വീണ്ടും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. നമുക്കുള്ളതല്ല ഏതായാലും. തെരിക്കത്ത് എന്നാണ് അതിന് പറയാ. അറബിയിൽ തെരിക്കത്ത് എന്ന് പറയാം. അതായത് നമ്മൾ ഒഴിവാക്കി പോയത്. പിന്നുള്ളതൊക്കെ വാരിഥ്യങ്ങൾക്കാണ്, അനന്തരാവകാശികൾക്കാണ്. അതല്ല നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ആലോചിക്കണം, നമ്മുടെ മക്കൾക്ക് വീടുണ്ടാകണം, സ്ഥലമുണ്ടാകണം, വാഹനമുണ്ടാകണം, എല്ലാം ദാനം കൊടുക്കാനും ഇസ്ലാം പറയുന്നില്ല. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം, ആ കാര്യങ്ങൾ ചെയ്യും വേണം. പക്ഷെ എന്റെ പരലോകത്തേക്ക് വേണ്ടി മാ ഖദ്ദമത് ലിഗദിൻ, ഞാൻ എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം എന്നാണ്. നമ്മൾ ആലോചിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ, പക്ഷെ ആലോചിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ മരിച്ചുപോയാൽ എനിക്ക് എന്താണുള്ളത്? നമ്മൾ നാടുകാണിയിലൂടെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ നിങ്ങൾ നോക്കൂ, ആദ്യമായി കാണുന്ന പള്ളി, ഞാൻ 4 ദിവസം മുൻപ് അതിലൂടെ പോയപ്പോ ഇങ്ങനെ ഓർക്കുകയാണ്. ആ പള്ളി, അത് അവിടെയുള്ള ഒരു ഹാജിയാർ, അദ്ദേഹം വഖഫ് ചെയ്ത സ്ഥലമാണ്. അദ്ദേഹത്തിന്റെ ആ കാലത്തെ അദ്ദേഹത്തോടുള്ള സംസാരത്തൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. അദ്ദേഹം തമിഴും മലയാളവും ഒക്കെ കൂട്ടി സംസാരിക്കുന്ന, നമ്മുടെ ആദർശം സ്വീകരിച്ച ഒരാളാണ്. അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ അതിലൂടെ പോകുമ്പോൾ നമസ്കരിച്ചു പോകുന്ന ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ടുള്ള കടയും റൂമും ഒക്കെ അദ്ദേഹത്തിന്റെ മകന്റേതാണ്. മകൻ വാടക കൊടുത്തതാണ്. ആ മകനും നമ്മുടെ ആദർശ പ്രബോധന പ്രവർത്തനത്തിൽ ശക്തമായി പ്രവർത്തിക്കുന്ന സമ്പന്നനായ ഒരു മനുഷ്യനാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ, അദ്ദേഹം ഒരുപാട് സമ്പത്ത് മക്കൾക്ക് ഉപേക്ഷിച്ചു പോയി.
അദ്ദേഹത്തിന് ഒരുപാട് വാടക കൊടുക്കുന്ന കെട്ടിടങ്ങളുണ്ട്. അതിന്റെ കൂടെ ആയിരക്കണക്കിന് മനുഷ്യന്മാർക്ക് ജുമാ നമസ്കരിക്കുവാനുള്ള ഒരു പള്ളി അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ മരിച്ചുപോയത്. അപ്പൊ നമ്മൾ ആലോചിച്ചു, നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ പരലോകത്തിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കർമ്മങ്ങളെ മെച്ചപ്പെടുത്താനുള്ള ആലോചനയും പുനരാലോചനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നത് നാം ചിന്തിക്കേണ്ടതുണ്ട്. ആലോചന എന്നത്, ചിന്ത എന്നത് മനുഷ്യനെ മാറ്റും, അല്ലെങ്കിൽ മാറ്റൂല. പറയുന്നത് കൊണ്ടോ കേൾക്കുന്നത് കൊണ്ടോ ഒരാളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ചിന്തിക്കുമ്പോൾ മാറ്റം ഉണ്ടാകും. ചിന്തിക്കണം. നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ അത് ശരിയാണല്ലോ, നമ്മളും ബാക്കിയുള്ള ആളുകളെ കുറിച്ചല്ലല്ലോ. പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ കളിയാക്കുന്ന ആളുകളുണ്ട്. പരലോകത്തിന്റെ ആയത്തുകൾ സ്റ്റാറ്റസ് ഇടുമ്പോ അതിന് ചിരിക്കുന്ന ഇമോജികൾ അയക്കുന്ന ആളുകളുണ്ട്. കാരണം എന്താ, നിങ്ങൾ പൊട്ടന്മാരാണെന്ന് അവർ ചോദിക്കണത്. നമ്മൾ കുറച്ച് ആളുകൾക്ക് ഈ പരലോക വിശ്വാസം ഉള്ളൂ. അതുണ്ടോ അല്ലേന്ന് വിശ്വസിക്കാൻ പറ്റൂല. വിശ്വാസികളുടെ പ്രത്യേകത പരലോകത്തിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, അവർ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. അപ്പോഴേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഉണ്ടല്ലേ? ഉണ്ടെങ്കിൽ അവിടുന്ന് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ ഇപ്പൊ അത് വേണ്ടാത്തൊന്നല്ലല്ലോ, നല്ലതാണല്ലോ എന്ന് വിചാരിച്ചല്ലേ ചെയ്യുന്നുണ്ട്. വിചാരണയുണ്ട്, മഹ്ശറയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. നമ്മൾ പുതിയൊരു വർഷത്തെ വരവേൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഈമാൻ ദുർബലമാണോ ശക്തമാണോ? ഞാനടക്കം, ഞാൻ എന്നെ കൂടി ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ ഈമാൻ ദുർബലമാണോ ശക്തമാണോ? ഈമാൻ ദുർബലം എന്ന് പറഞ്ഞാൽ നല്ല ആളുകൾക്കിടയിൽ, നല്ല സദസ്സുകൾക്കിടയിൽ, നല്ല മനുഷ്യർക്കിടയിൽ, നല്ല സ്ഥലത്ത്, ആരാധനാ കേന്ദ്രങ്ങളിൽ നമ്മൾ നല്ലവരായി പോകുന്നു. എന്നാൽ നമ്മെ എപ്പോഴും വഴിപിഴപ്പിക്കാൻ ഏതൊരാൾക്കും സാധിക്കും എങ്കിൽ നമ്മുടെ ഈമാൻ ദുർബലമാണ്. നമ്മളൊരു 10 ആളുകൾ യാത്ര പോകുന്നു. നമ്മൾ പള്ളിയുടെ ഉള്ളിൽ ഉഷാറാണ്, കുടുംബത്തിൽ ഉഷാറാണ്, നാട്ടിൽ ഉഷാറാണ്. ആ 10 ആളുകളിൽ 5 ആളുകൾ മദ്യപിച്ചാൽ 6ാമതൊരാളായി നമ്മൾ ഉണ്ടാകും. എന്തേ? എന്നെ കൊണ്ട് കഴിയണില്ല. അത് നമ്മുടെ ഈമാൻ ദുർബലമാണ്. തിരിച്ചറിയണം നമ്മൾ, എന്റെ ഈമാൻ ദുർബലമാണ്. നാം തിന്മ ചെയ്യുന്ന ആളുകളുടെ കൂടെ പോകുമ്പോൾ അവരെ പോലെയാകുന്നു. എന്തിന്? അവരുടെ ഇഷ്ടത്തിനു വേണ്ടി. അപ്പോൾ നമ്മുടെ ഈമാൻ ദുർബലമാണ്. അപ്പോൾ നമ്മൾ അതിനെന്താണ് ചെയ്യേണ്ടത്? അതിന് നാം ചെയ്യേണ്ടത് നല്ല സ്ഥലങ്ങൾ, നല്ല കൂട്ടുകാർ, നല്ല മനുഷ്യരുമായിട്ടുള്ള സഹവാസം, നല്ല ചിന്തകൾ, വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പൊ നമ്മൾ വഴിപഴച്ചു പോകില്ല. നമ്മൾ എവിടെ എത്തിപ്പെട്ടാലും നമ്മെ പോലെ ചിന്തിക്കുന്ന ഒരാളെ കൂടി ഇങ്ങോട്ട് ഉണ്ടാക്കാനാണ് നോക്കണ്ടേ, അല്ലാതെ ബാക്കിയുള്ളവരുടെ കൂടെ അങ്ങോട്ട് പോകാനല്ല നോക്കണ്ടേ. നമ്മളെ പോലെ ചിന്തിക്കുന്ന, നമ്മുടെ നിലപാടുകളും ആദർശവും കൃത്യവും വ്യക്തവുമാക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം പോയാൽ നമുക്ക് സുഖകരമായി ജീവിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ സങ്കടത്തോടുകൂടി മരണപ്പെട്ടു പോകേണ്ടി വരും. ഞാൻ ആലോചിക്കുന്നു, ഇതിനൊരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഏകദേശം ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപ് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. ആ ചെറുപ്പക്കാരൻ ഇതുപോലെ ഒരു റമദാനാണല്ലോ വരുന്നത്. ഒരു റമദാൻ മാസത്തിൽ വെള്ളിയാഴ്ച പ്രസംഗം കഴിഞ്ഞ് ആ ചെറുപ്പക്കാരൻ അടുത്തു വന്ന് ഒരുപാട് കരഞ്ഞു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ മാറി. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. കാര്യമായി അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തെറ്റ് മദ്യപാനമായിരുന്നു. മദ്യപിക്കും. ഞാൻ മാറി. പൂർണ്ണമായി പള്ളിയിൽ വന്ന് സജീവമായി മാറിയ ആ ചെറുപ്പക്കാരൻ റമദാൻ കഴിഞ്ഞ് 1-2 മാസങ്ങൾക്കുള്ളിൽ മരണപ്പെട്ടു. നമ്മുടെ മണിമൂടിയിൽ വെച്ചുകൊണ്ട് ഒരു ആക്സിഡന്റിൽ ആ ചെറുപ്പക്കാരൻ മദ്യപിച്ച് വാഹനമോടിച്ച് ആ വാഹനം ഒരു ലോറിയിൽ തട്ടി മരണപ്പെടുകയാണ്. ആലോചിച്ച് നോക്കൂ, ആ ചെറുപ്പക്കാരന് റമദാൻ കഴിഞ്ഞ് 1-2 മാസത്തേക്കാൾ ജീവിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെയാണ് മരിക്കുന്നത്? മദ്യപിച്ചുകൊണ്ട് മരണപ്പെടുന്നു. എന്താണെന്നറിയോ? ഈമാൻ ദുർബലമായതുകൊണ്ടാണ്. പിടിച്ചിക്കാൻ കഴിയുന്നില്ല, പിടിച്ചു നിൽക്കാൻ കഴിയണില്ല. കൂട്ടുകാരുടെ കൂടെ പോകുമ്പോൾ വ്യഭിചാരമാണോ വ്യഭിചാരം, മദ്യപാനമാണോ മദ്യപാനം, എന്താണോ തിന്മകളും ഹറാമും അതിന്റെ കൂടെ അറിയാതെ പോകുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇതാ ഈ എടക്കരയിലുള്ള ഏറനാട് ഹോസ്പിറ്റലിൽ മരണപ്പെട്ട് ഏകദേശം 5-6 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഇവൻ എൻ്റെ നാട്ടുകാരനാണ് എന്നത് ഈ നാട്ടുകാർക്ക് മനസ്സിലായത്. എവിടെ മരിച്ചത്? നമ്മുടെ ഈ എടക്കര അങ്ങാടിയിൽ ഒരു കെട്ടിടത്തിന് താഴെ മരണപ്പെട്ട് കിടക്കുകയാണ്. വളരെ ചെറിയ പ്രായത്തിൽ, 4-5 വർഷമായിട്ടുള്ള. എന്തേ കാരണം എന്നറിയോ? പിടുത്തം വിട്ടാണ് പോയി.
പിടുത്തം വിട്ട് പോകുമ്പോൾ രസമൊക്കെ ഉണ്ടാവും, ആളുകൾ കാണാനും കേൾക്കാനും ഞാൻ വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാനും. അത് നമുക്കിങ്ങനെ തോന്നുന്നതാണ് ഞാൻ വലിയ സംഭവമാണ്, അത് പിശാച് തോന്നിപ്പിക്കുകയാണ്, ഇജു ഭയങ്കര സംഭവം തന്നെയാണ്. നല്ല മാന്യനായി ജീവിക്കുക എന്നതാണ് ഏത് സ്ഥലത്തെത്തിയാലും വ്യക്തിത്വം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ചെറുപ്പക്കാരനും ഇതുപോലെ മരണപ്പെടുകയാണ്. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എങ്ങനെ? ഹഖ്ക തുഖാതിഹി, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കണം. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മരിക്കുമ്പോൾ മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അപ്പോൾ ഒന്നാമത്തേത് അതാണ്. നമ്മുടെ ഈമാൻ ദുർബലമാണെങ്കിൽ അതിനെ ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ നാം ചിന്തിക്കണം. അത് പുതിയ ഒരു വർഷത്തിൽ നമ്മുടെ ആലോചനയായി കടന്നു വരണം. നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഒന്നാണ് നിർബന്ധമായ ആരാധനകൾ ഒഴിവായാൽ നമുക്കൊരാളുടെ മുൻപിലും, പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ മുൻപിൽ, ഒരു ന്യായവും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും സൂചിപ്പിച്ചു, അതിൽപ്പെട്ട ഒന്നാണ് നമസ്കാരം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഞാൻ 5 വക്ത് നമസ്കാരം നിർവഹിക്കാറുണ്ടോ? റമദാനാണ് കടന്നു വരുന്നത്. പല കാരണങ്ങൾ കൊണ്ട് സ്ത്രീകൾക്ക് തീർച്ചയായും നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നോമ്പ് നോറ്റുവീട്ടേണ്ട നോമ്പാണ്. ഇതാ ഫെബ്രുവരി ആയിക്കഴിഞ്ഞാൽ നോമ്പാണ്. ജനുവരിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എത്ര ആളുകൾ നോമ്പ് നോറ്റുവീട്ടി? നമുക്കൊരു പക്ഷേ രോഗമോ അസുഖമോ ആയി 2, 3, 4 നോമ്പ് പോയിട്ടുണ്ടോ എങ്കിൽ നോറ്റു വീട്ടേണ്ട സമയമാണ്. കാരണം അതിന് ഉഴുതിറില്ല. ഒരാൾ സുന്നത്ത് നിസ്കരിക്കുന്നില്ല, അവിടെ ഉഴുതിറുണ്ട്, പ്രശ്നമല്ല. കാരണം അത് നിർബന്ധമല്ല. അപ്പോൾ നിർബന്ധമായ കാര്യങ്ങൾ, 5 നേരത്തെ നമസ്കാരം, ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും നാം നമസ്കരിക്കണം. ഞാൻ പലപ്പോഴും ആലോചിച്ചു പോകാറുണ്ട്, സാമൂഹിക, ഭൗതിക, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന മഹാന്മാരായ നേതാക്കന്മാർ, ചില്ലറ ആളുകളൊന്നുമല്ല, വലിയ നേതാക്കന്മാർ, സംസ്ഥാന ദേശീയ തലത്തിലൊക്കെ പ്രവർത്തിച്ചിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, അദ്ദേഹം KPCCയുടെ കേരളത്തിലെ പ്രഥമ പ്രസിഡന്റാണ്. അദ്ദേഹം പലപ്പോഴും നമസ്കരിച്ചിരുന്നത് സ്റ്റേജിന്റെ പിറകിൽ നിന്നായിരുന്നു. എന്താണ്? നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. അദ്ദേഹത്തെ ഒരിക്കൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. അദ്ദേഹം ഇന്ത്യയിൽ നടക്കുന്ന ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ മർദ്ദനങ്ങളെ കുറിച്ച് ഹിന്ദു അടക്കമുള്ള പത്രങ്ങളിലേക്ക് ലേഖനം എഴുതി അയച്ചു. അങ്ങനെ അദ്ദേഹത്തെ കോഴിക്കോട് പട്ടാളപ്പള്ളിയുടെ മുന്നിലൂടെ 2 കൈയിലും കയ്യാമും വെച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണ്. അപ്പോഴാണ് ബാങ്ക് കേൾക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, വെള്ളം വേണം എന്ന് പറയാൻ ആരോഗ്യമില്ലാതിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പോലീസുകാരോട് പറഞ്ഞത്, എനിക്ക് നമസ്കരിക്കണം എന്നാണ്. അദ്ദേഹം ബെല്ലാരി ജയിലിൽ നിരാഹാരം കിടന്നിട്ടുണ്ട് എന്നാണ്. എന്തിനെന്നറിയോ? മുട്ടിന് താഴെ നമസ്കരിക്കാൻ ഒരു ട്രൗസർ അനുവദിച്ച് കിട്ടാൻ. എന്തെന്നറിയോ? ദുനിയാവും വേണം, ആഖിറവും വേണം. ദുനിയാവ് മാത്രം പോരാ, അതിപ്പോ തീരും. കുറച്ച് വായിച്ചാലും പഠിച്ചാലും ഖുർആന്റെ തഫ്സീർ വായിച്ചാലും ഈ ലോകത്തിന്റെ നിസാരത നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് നിർബന്ധമായ ആരാധനകൾ നാം നഷ്ടപ്പെടുത്തരുത് എന്ന ചിന്ത നമുക്കുണ്ടാകണം. അത് നാം ഒരു പ്രതിജ്ഞയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹുഖൂഖുൽ ഇബാദ്, മനുഷ്യരോടുള്ള ബന്ധങ്ങൾ, മനുഷ്യരോടുള്ള ബാധ്യതകൾ നാം നിർവഹിക്കണം. നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയണം, ഒരാളുടെയും അവകാശം ഞാൻ കവർന്നിട്ടില്ല. എന്റെ വാക്കുകൾ കൊണ്ട് ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമാണ്, മനുഷ്യരാണ്, ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വരും. പക്ഷേ അവൻ വേദനിച്ചിട്ടില്ല. വേദനിച്ചെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് സ്വയം പറയാൻ കഴിയണം. മറ്റുള്ളവരുടെ അവകാശം തടഞ്ഞു വെക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുകയില്ല. നാം കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞു, കടം വാങ്ങിയ എത്രയോ മനുഷ്യരുണ്ടാകും, മാന്യരായി ജീവിക്കുന്നുണ്ടാകും. തന്നേക്കാൾ എത്രയോ ദുർബലനായ, ദരിദ്രനായ ഒരു മനുഷ്യനിൽ നിന്നാണ് കടം വാങ്ങിയത്. എന്നാൽ വാങ്ങിയ ആൾ വലിയ വാഹനത്തിൽ സഞ്ചരിക്കുന്നുണ്ടാകും, വലിയ വീട്ടിൽ താമസിക്കുന്നുണ്ടാകും, അയാളുടെ മക്കൾ വലിയ കോഴ്സുകൾ പഠിക്കുന്നുണ്ടാകും, നാട്ടുകാർക്കിടയിൽ മാന്യനാകും. പക്ഷേ സാധുവായ പാവപ്പെട്ട മനുഷ്യരുടെ അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഒരു മനുഷ്യന്റെ അവകാശം നാം കവർന്നു വെക്കാൻ പാടില്ല. വളരെ ചെറിയ ചെറിയ ശമ്പളങ്ങൾ പിടിച്ചുവച്ച മനുഷ്യന്മാർ സമൂഹത്തിൽ ഉണ്ടാകും. വേതനം തന്റെ കൂലിക്കാർക്ക്. റമദാൻ വന്നാൽ വലിയ പണം ആളുകൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യുന്നവരായിരിക്കും, ഒരുപാട് സമ്പത്ത് ചെലവഴിക്കുന്നവരായിരിക്കും. പക്ഷെ ചെറിയ ജോലിക്ക് ഒരു കുടുംബത്തെ, പ്രായമായ മാതാവിനെ, പിതാവിനെ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഓരോ ദിവസവും ചെറിയ ശമ്പളത്തിനായി ജോലി ചെയ്ത് 1 മാസം തികഞ്ഞാൽ ശമ്പളം കൃത്യമായി കൊടുക്കാത്ത മനുഷ്യന്മാരുണ്ടാകും. അയാൾക്കൊരു മുസ്ലിമാന്ന് പറയാൻ കഴിയും?
കഴിയില്ല. ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞാൽ വിയർപ്പ് വറ്റുന്നതിന്റെ മുൻപ് കൂലി കൊടുക്കണമെന്നാണ്. ആരോട്? മുതലാളിയോട് പറഞ്ഞു. തൊഴിലാളിയോടോ? വിയർപ്പ് പൊടിയണം എന്ന് പറഞ്ഞു. വിയർപ്പ് പൊടിയണം. വെറുതെ ജോലി ചെയ്തു എന്ന് വരുത്തി തീർത്തുകൊണ്ട് ശമ്പളം വാങ്ങാൻ പറ്റൂല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നല്ല ഒരു യജമാനനെ കുറിച്ചും മുതലാളിയെ കുറിച്ചും തൊഴിലാളിയെ കുറിച്ചും, തൊഴിലാളി എപ്പോഴും മുതലാളിയുടെ നന്മ ആഗ്രഹിക്കുന്നവനാകണമെന്ന. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ ഒരു മാനവികമായ നിലപാട് അതുവരെ മതമായിക്കൊണ്ട് ഇസ്ലാം പറയാൻ. ആരാണ് ഒരു തൊഴിലാളി? ആരാണ് ഒരു ജോലിക്കാരൻ? അദ്ദേഹം എപ്പോഴും തന്റെ യജമാനന്റെ, തന്റെ മുതലാളിയുടെ, തനിക്ക് ശമ്പളം തരുന്ന ആളുടെ നന്മ ഉദ്ദേശിക്കുന്ന ആളാകണം, അല്ലാതെ അയാളുടെ തകർച്ച ഉദ്ദേശിക്കുന്ന ആളാകരുത്. ഇയാൾ എന്ത് ജോലി ചെയ്തോ അതിന് കൃത്യമായി വേതനം നൽകുന്ന ആളുകളാകണം എന്നതാണ്. അപ്പൊ അത് ഒരു മുസ്ലിം എന്ന നിലക്ക് നാം ചിന്തിക്കേണ്ട. അപ്പോഴൊക്കെയാണ് നമുക്ക് മുസ്ലിം എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ കൃത്യം നമസ്കരിച്ചത് കൊണ്ട് നമുക്കത് അവകാശപ്പെടാൻ കഴിയില്ല. യതീമുകളുടെ സ്വത്ത് തട്ടിയെടുക്കുന്ന ആളുകൾ ഉണ്ടാകും. മക്കൾ മരണപ്പെട്ട ഉപ്പമാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണം, സ്വന്തം മകൻ മരണപ്പെട്ട് അടുത്ത ദിവസം തന്നെ ആ മകനിലുണ്ടാകുന്ന പേരക്കുട്ടികൾക്ക് സ്വത്ത് എഴുതി വെക്കാൻ ഉപ്പമാർ മാന്യത കാണിക്കണം. അത് എഴുതി വെക്കാതെ പിന്നെ ഉപ്പ മരണപ്പെട്ടു പോയി, പിന്നെ താഴെയുള്ള 2-3 പെണ്ണും ആണും ഇവന് അങ്ങനെ കൊടുക്കണമെന്ന് നിയമമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിയമം കയ്യിലെടുക്കുന്ന അവസ്ഥയുണ്ടാകരുത്. മരണപ്പെട്ട അടുത്ത ദിവസം ആ പേരക്കുട്ടിക്ക് സ്വത്ത് എഴുതി വെക്കണം. അതിന് കണക്കില്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അത് എത്രയും എഴുതി വെക്കാന്നുള്ളത് കൊണ്ടാണ്. അതല്ലാതെ അതും എങ്ങനെയെങ്കിലും പോക്കറ്റിലാക്കാം എന്നതിനല്ല. അതിന്റെ ആ ഫത്വ അങ്ങോട്ട് എടുത്തിട്ട് മകൻ മരണപ്പെട്ടു, മകന്റെ പിതാവ് വല്യുപ്പ ഉടനെ എഴുതി വെക്കണം ഈ കുട്ടിക്ക് എത്ര സ്വത്ത് എന്നുള്ളത്. അത് പിൻഗാമികൾക്ക് പ്രശ്നത്തിനു വേണ്ടി ഇട്ടുകൊടുക്കരുത്, സമൂഹത്തിൽ ഇസ്ലാമിനെ പറയിപ്പിക്കരുത് എന്ന ബോധം നമുക്കുണ്ടാകണം. അതിനാണ് നിയമം. നമ്മളത് എഴുതി വെക്കാനാണ്. ബാപ്പാക്കുള്ള അവകാശമാണ് മകൻ മരണപ്പെട്ടാൽ ഉടനെ പേരക്കുട്ടികൾക്ക് എഴുതി വെക്കുക. അപ്പൊ കുറച്ച് കൂടുതൽ കൊടുത്താലും പ്രശ്നമല്ല. വാപ്പാക്ക് അതിനുള്ള അധികാരമുണ്ട്, അതിനു വേണ്ടിയുള്ളതാണ്. അതല്ലാതെ അത് പിന്നെ പ്രശ്നമുണ്ടാക്കാനും കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന ഫത്വ ഫോണിലൂടെയും അല്ലാതെയും പിടിച്ച് വിളിച്ച് ചോദിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളതല്ല. ഒരു മനുഷ്യന്റെ അവകാശം ഒരു നിലക്കും കവർന്നെടുക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് അവകാശമില്ല. മൻ ഖല്ല ശൈഅൻ ജാഅ യൗമൽ ഖിയാമ വലൗ ഖൈതൻ ഔ മിഹ്യത. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരു നൂലാകട്ടെ ഒരു മൊട്ടുസൂചിയാകട്ടെ അനധികൃതമായി അപഹരിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് ആ മനുഷ്യൻ അത് കൊണ്ടുവരും. അനധികൃതമായി ഒരു നൂലോ ഒരു മൊട്ടുസൂചിയോ അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് പരലോകത്ത് കൊണ്ടുവരും. മൻ വലമ ഖീദ ശിബിരിൻ മിനൽ അർളി തുബ്ഖഹു മിൻ സബ്ഇ അർളീന യൗമൽ ഖിയാമ. ഒരു കൈവിരൽ ഭൂമി, ഒരു കൈവിരൽ ഭൂമി ആരെങ്കിലും അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നാളെ 70 ഭൂമികകൾ ആ മനുഷ്യന്റെ കഴുത്തിൽ കണ്ഠാഭരണമായി അള്ളാഹു അണിയിക്കുമെന്നാണ്. നമ്മുടെ അയൽവാസി നാട്ടിലില്ല, നമ്മൾ മതിൽ കെട്ടുകയാണ്. അദ്ദേഹം തിരിച്ചു വന്ന് നമ്മളോട് ഇങ്ങോട്ട് പറയേണ്ടത് എന്താണെന്നറിയോ? ഇത് ഇത്രയും കൂടി നിങ്ങളതായിരുന്നല്ലോ, പിന്നെ എന്തെങ്ങള് കുറച്ചുകൂടി എനിക്ക് തന്ന് മതിൽ കെട്ടിയത് എന്നാണ് ഇങ്ങോട്ട് ചോദിക്കണ്ടേ. അങ്ങനെ ചോദിക്കണ്ടേ അയാൾ നാട്ടിലില്ലാത്ത സമയത്ത്. അല്ലാതെ കുറച്ചാണ്ട് പോയിട്ട് അതിനൊരു പ്രശ്നം ഉണ്ടാക്കല്ല ചെയ്യണ്ടേ. അതൊരു അയൽവാസിയായി ജീവിക്കുമ്പോൾ നമ്മൾ കാണിക്കേണ്ട മാന്യതയാണ്. പൊതു സ്വത്താണ്, അത് ഗവൺമെന്റിന്റേതാണ്, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മതിൽ കെട്ടുമ്പോ അത് സാധാരണക്കാർക്ക് നടക്കാനുള്ളതാണ്. വീട് വെച്ചു, ഇപ്പൊ കനാലിന്റെ വഴിയാണ് അപ്പുറത്ത്, അത് പൂർണ്ണമായി മതിൽ കെട്ടി, ഇപ്പുറത്തും മതിൽ കെട്ടി. അത് പൊതു ആളുകൾക്ക് നടക്കാനുള്ള വഴിയാണോ? ആ വഴി വിട്ടുകൊടുക്കണം. അപ്പോഴാണ് അദ്ദേഹം മുസ്ലിം ആകുക. അല്ലാഹുവിന്റെ റസൂൽ അതാ പറഞ്ഞത്, ഒരു കൈവരലിന്റെ അത്ര ഭൂമി നിങ്ങൾ കവർന്നെടുത്തിട്ടുണ്ടോ, നാളെ പരലോകത്ത് അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. അത് 70 ഭൂമികയായി കൊണ്ട് കഴുത്തിൽ കണ്ഠാഭരണമായി അണിയിക്കുമെന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ ആരാധനകളും അനുഷ്ഠാനങ്ങളും ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മുടെ ഇടപാടുകളും നമ്മുടെ പരസ്പരമുള്ള കൊടുക്കലുകളും വാങ്ങലുകളും എല്ലാം വിശ്വാസികൾ എന്ന നിലക്ക് നാം വളരെ പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. നമ്മുടെ ഉത്തരവാദിത്തമേറ്റവർ, വെക്കേഷനാണ് ഈ സമയം, മക്കൾ തിരിച്ചറിയേണ്ട ഒന്നുണ്ട്. മക്കളുടെ ഒരു 13-14 വയസ്സുവരെ അവർ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിരിക്കും. അത് കഴിഞ്ഞാൽ ചില മക്കളെങ്കിലും മാതാപിതാക്കൾക്ക് എപ്പോഴും തലവേദനയുണ്ടാക്കുന്നവരാണ്. നാം തിരിച്ചറിയേണ്ട ഒന്ന്, നാം വലിയ തത്വങ്ങളും ആലോചനകളും പുരോഗമനങ്ങളും ഒക്കെ പറയാനുള്ള കാരണം വാപ്പിമ്മിയും വീട്ടിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഭയങ്കര സംഭവമായിട്ട് തത്വങ്ങളൊക്കെ പറഞ്ഞു നടക്കണത് വാപ്പിമ്മിയും പെരയിലുള്ളത് കൊണ്ട്. മാതാപിതാക്കളെ ആദരിക്കണം,
ബഹുമാനിക്കണം, അവർക്ക് അംഗീകാരം നൽകണം. പ്രധാനപ്പെട്ട ഒന്നാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമായിരിക്കും തന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയാൽ. ഒരു സംശയം ഉണ്ടാവില്ല, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ അനുഗ്രഹം വരുമ്പോഴേക്ക് നമ്മൾ ഓർക്കും, പടച്ചോനെ എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ ബാപ്പുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർക്കും. അത് ഓർക്കുമ്പോ ഉള്ള കാലത്ത് നീ ഉമ്മയെ നല്ല പോലെ നോക്കിയില്ലേ എന്ന് മറ്റുള്ളവരെ നമ്മളോട് ഇങ്ങോട്ട് പറയണം. നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ സഹോദരന്മാർ, നാട്ടുകാർ നമ്മളോട് ഇങ്ങോട്ട് പറയണം, ഉള്ള കാലത്ത് നല്ല നോക്കിയില്ലേ. ആ പറച്ചിൽ കേൾക്കാൻ അർഹരാകുന്ന രീതിയിൽ നമ്മുടെ മാതാപിതാക്കളെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. മക്കളോട് മാന്യമായി പെരുമാറണം. നാം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന ഭാര്യ കഴിഞ്ഞ വർഷം നമ്മുടെ വീട്ടിൽ സമാധാനത്തോടു കൂടിയാണോ ജീവിച്ചത് എന്ന് നാം ആലോചിക്കണം. എന്നെ നിക്കാഹ് ചെയ്ത എന്റെ ഭർത്താവിന് എത്ര പ്രായമായി, അയാൾക്ക് എത്ര കാലമായി കഷ്ടപ്പെടുന്നു, എത്ര മനുഷ്യന്മാരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ നട്ടുച്ച വെയിലത്തും നാം യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ചില രംഗങ്ങളുണ്ട്. ചില കച്ചവടക്കാരായ ആളുകൾ അവരുടെ വാഹനത്തിന്റെ ആ പിൻഭാഗം ആ ഡോർ ഇങ്ങനെ തുറന്നു വെച്ച് അതിലേക്ക് തലചായ്ച്ച് ഉച്ച സമയത്ത് മയങ്ങുന്ന കുറെ ആളുകളുണ്ട്. ഒരു ചാൻസ് ഫയറിന് വേണ്ടിയല്ല ആ സാധുക്കളായ മനുഷ്യന്മാർ കഷ്ടപ്പെടുന്നത്, കുടുംബത്തെ ഓർത്തുകൊണ്ടാണ്. അതുകൊണ്ട് എന്റെ ഭർത്താവിന് ഞാൻ സമാധാനം നൽകണം, എന്റെ മക്കളോട് മാന്യമായി ഞാൻ പെരുമാറണം. നല്ല ആരാധനകൾ നിർവഹിക്കുന്ന ചില അമ്മായിമാരുണ്ടാകും, പക്ഷേ കുടുംബത്തിലൊരു സമാധാനവും മരുമക്കൾക്ക് കൊടുക്കാത്തവരുണ്ടാകും. തന്റെ ഭർത്താവിനെ തനിക്ക് സമ്മാനിച്ച ആ ഉമ്മക്ക് സമാധാനം നൽകാത്ത മരുമക്കൾ ഉണ്ടാകും. ഇവിടെയൊക്കെ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ മനസ്സിലേക്ക് ഒരു പുതുവർഷം വരുമ്പോ ആലോചനകൾ കടന്നു വരേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ വഹ്ളറ വമാ അമിലത് മിൻ സൂഇൻ. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത്, നാം ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും നാളെ പരലോകത്ത് നാം കാണും. മിൻ ഖൈരിൻ വഹ്ളറ, നന്മയാണോ അത് നാം കാണും. നാം ചെയ്ത നന്മകൾ നമ്മുടെ മുൻപിൽ ഹാജരാക്കി നാം കാണുന്ന ഒരു സന്ദർഭം. വമാ അമിലത് മിൻ സൂഇൻ, നാം ചെയ്ത തിന്മകളും നാം കാണും. തവദ്ദുലു അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ, അപ്പൊരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്നതാണ് എന്ത്? അല്ലാഹുവേ, എന്റെ തിന്മയും ഞാനും തമ്മിൽ ഒരു വലിയ അകലമുണ്ടായിരുന്നുവെങ്കിൽ, എന്റെ തിന്മയും ഞാനും തമ്മിൽ വലിയ ഒരു അകലമുണ്ടായിരുന്നുവെങ്കിൽ, അതായത് ആ തിന്മ എനിക്ക് കാണിക്കപ്പെടാതിരുന്നെങ്കിൽ, ആ തിന്മയുടെ പേരിൽ എന്നെ ശിക്ഷിക്കപ്പെടാതിരുന്നുവെങ്കിൽ, ആ തിന്മയെക്കുറിച്ച് എന്നോട് ചോദ്യം ചോദിക്കപ്പെടാതിരുന്നെങ്കിൽ, അത് മനുഷ്യൻ ആലോചിക്കും. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ, അല്ലാഹു നിങ്ങൾക്ക് മുൻകൂറായി കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അല്ലാഹു തന്റെ അടിമകളോട് കരുണാമയനാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നന്മകളും തിന്മകളും നമുക്ക് വേണ്ടി കാണിച്ചു തരുന്ന ഒരു ലോകമുണ്ട്. നന്മ ചെയ്ത ആളുകൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ലോകമുണ്ട്. തിന്മ ചെയ്ത ആളുകൾ അങ്ങേയറ്റം ഖേദവും സങ്കടവും ഉണ്ടാകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് രക്ഷപ്പെടാനാണ് സ്വയം നിയന്ത്രിച്ചുകൊണ്ട്, നന്മ ചെയ്തുകൊണ്ട്, പരമാവധി തിന്മയിൽ നിന്ന് മാറി നിന്ന് വരുന്ന തിന്മകളിൽ തൗബ ചെയ്തുകൊണ്ട് ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യന്മാർ മുന്നോട്ട് പോകുന്നത്. ആ തരത്തിൽ ഒരു പുതിയ വർഷത്തെ ഒരു മാറ്റത്തിനുള്ള, ഒരു ചിന്തക്കുള്ള വർഷമാക്കി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.